ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ തിരിച്ചടിച്ച് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അബുദാബി, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കയുടെ ബഹ്റൈൻ നാവിക ബേസിന് നേരെ ഇറാന്റെ മിസൈൽ പതിച്ചെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. കുവൈറ്റ് ബേസിന് നേരെയും ആക്രമണമുണ്ടായി. സൗദിയിലെ അമേരിക്കൻ താവളത്തിന് നേരെയും ആക്രമണം നടന്നു. അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിൽ സൈറനും മുഴങ്ങി. വിവരങ്ങളുമായി അക്ഷയ PM ചേരുന്നുണ്ട്. അക്ഷയ, അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? രമ്യ, തീർച്ചയായും പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രയേൽ അമേരിക്കൻ സഖ്യം ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുന്ന വാർത്ത നമ്മൾ ഉച്ചയോടെ കേട്ടപ്പോൾ തന്നെ ഞെട്ടലോടെയാണ് ഇത് കാര്യത്തെ കണ്ടത്. അപ്പോൾ തന്നെ നമുക്കറിയാം, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ആരംഭിച്ച പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ അപ്ഡേറ്റുകളും പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം അക്രമത്തിന്റെ ഒരു സ്ഥിതികൾ ഇനിയും കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സ്ഥിതി തന്നെയാണ്. പല സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ തുടർന്നാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇതിനെ കണ്ടുവരുന്നത്. ദക്ഷിണ ഇറാനിലെ മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ ഇപ്പോൾ വ്യോമാക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ കുറേയധികം കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സ്കൂളിൽ ഇസ്രയേൽ ആക്രമണം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാലും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇത് ഔദ്യോഗിക വാർത്താ ഏജൻസികൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സൈനിക നീക്കത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ആദ്യത്തെ മരണങ്ങളായിരിക്കാം അങ്ങനെയെങ്കിൽ ഈ കുട്ടികളുടെ വിദ്യാലയത്തിൽ നടന്ന ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ മേഖലയിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ താവളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിലാണ് സമീപത്തെ സ്കൂളിൽ മിസൈലുകൾ പതിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയ നിഗമനം. ബഹ്റിലും ഖത്തറിലും എല്ലാം വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കുകയാണ്. കുവൈറ്റിലും സൗദിയിലും സമാനമായ രീതിയിൽ ആക്രമണം രൂക്ഷമാകുന്നു എന്നാണ് പറയുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ ഇതുവരെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് ബഹ്റൈൻ. മാത്രമല്ല, ജുഫൈർ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടെ വരുന്നുണ്ട്. അത്രത്തോളം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഈ മേഖലയിലെല്ലാം നൽകിയിരിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്. പശ്ചിമേഷ്യയാകെ ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ തുറന്നുവിടുന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെ കടുത്ത ആശങ്കയിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഗൾഫിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. അതുതന്നെ ഏറെ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. അമേരിക്കൻ ഇസ്രയേൽ ആക്ടുകളെല്ലാം തങ്ങളുടെ ലക്ഷ്യമാണെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ ആദ്യം നൽകിയത്. ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട വിജയം സുനിശ്ചിതം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെയാണ് ഈ യുദ്ധാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ ലോകരാജ്യങ്ങൾ കാണാൻ പോകുന്നത് എന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് UAE ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിൽ മിസൈൽ അധിഷ്ഠിതം പതിച്ചു എന്നും പറയുന്നുണ്ട്. ഇത്രയധികം നേരം ജനവാസ മേഖലയിൽ നിന്നും ആശങ്ക പടർത്തുന്ന വിധയിൽ ആക്രമണ രീതികളോ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ജനവാസ മേഖലയിൽ മിസൈൽ അവശിഷ്ടം പതിച്ചു എന്നാണ് പറയുന്നത്. UAE ഒരു മരണവും സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ കുറേയധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഗൾഫിലേക്കുള്ള വിമാന സർവീസുകളാണ് ഈ നിമിഷം റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ പുതിയ മാർഗരേഖയും ഏജൻസികൾ ഇറക്കുന്നുണ്ട്. കാരണം യാത്രക്കാർക്ക് മാർഗരേഖ സിയാലും ഇറക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുമ്പ് എയർലൈനുമായി ബന്ധപ്പെടണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇവർ നൽകുന്നത്. കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ പുതിയ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് തന്നെ യാത്ര ചെയ്യണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 14 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 2:35 പുറപ്പെടേണ്ട വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ഒമാൻ എയർവേസ് വിമാനം തിരിച്ചുവിട്ടിട്ടുണ്ട്. ഷാർജ എയർ ഇന്ത്യ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ ജിദ്ദയിലേക്കുള്ള ആകാശ എയർ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യ കൊച്ചി ദുബായ് വിമാനം വൈകിട്ട് 6:20 വിമാനമാണ്, അതും റദ്ദാക്കി. 9:50 റാഫേൽ ഗമയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള 4 സർവീസുകളാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. 7:25 കണ്ണൂർ,
ഫുജൈറ 9:30 കണ്ണൂർ ഷാർജ തുടങ്ങിയ സർവീസുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. 3:40 കണ്ണൂർ ദോഹയും 7:15 കണ്ണൂർ ദോഹയും എല്ലാം റദ്ദാക്കി. 5:15 തിരുവനന്തപുരം ദോഹ സർവീസും നിലവിൽ റദ്ദാക്കിയതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല 6 മണിക്ക് പുറപ്പെടേണ്ട ദുബായ് സർവീസും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ദുബായ് സർവീസും റദ്ദാക്കിയെന്ന അപ്ഡേറ്റ് വരുന്നുണ്ട്. എയർ അറേബ്യ വിമാനം തിരിച്ചിറക്കിയിട്ടുണ്ട്. കാരണം അത്രത്തോളം യുദ്ധ സാഹചര്യം കലുഷിതമായിട്ട് തന്നെയാണ് ഇവിടങ്ങളിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അൽ ജസീറയ്ക്ക് നൽകിയ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏറെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇനി തങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ അയക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബഹ്റിനിലും കുവൈറ്റിലും അബുദാബിയിലും സ്ഫോടനം നടന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണം അതിനെ ഇനി എങ്ങനെയായിരിക്കാം US തടയുന്നത് എന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ബഹ്റൈനിൽ അമേരിക്കൻ താവളത്തിന് സമീപത്തായിട്ട് തന്നെ മിസൈൽ പതിച്ചെന്ന വിധത്തിലാണ് ഇപ്പോൾ വീഡിയോകളെല്ലാം പുറത്തു വരുന്നത്. ബഹ്റൈനിൽ 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും പുക ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കുറേയധികം ദൃശ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൃത്യമായ കണക്കുകളും വിവരങ്ങളും രമ്യ അടുത്ത നിമിഷത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, അക്ഷയ PM ആണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ തിരിച്ചടിച്ച് ഇറാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു. അതിശക്തമായ തിരിച്ചടിയാണ് ഈ ഇറാൻ അടിച്ചിരിക്കുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങളുള്ള കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇസ്രയേലിന് പിന്നാലെ ബഹ്റൈനിലുമൊക്കെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഒരു മരണവും UAE ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇറാനിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതിനി പുറത്ത് വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക ഇസ്രയേൽ മിസൈൽ പതിച്ചത് ഒരു സ്കൂളിലാണ്. 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിനകം തന്നെ പുറത്തു വരുന്നത്. തിരിച്ചടി കനക്കുമെന്നും ഇറാൻ ശക്തിയോടെ തന്നെ തിരിച്ചടി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.